ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നാണ് നിങ്ങൾ കാണാൻ പോണത്. ഓക്കെ, അപ്പം നമ്മളുടെ ഇന്നത്തെ വർക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ലേ. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് എന്താ, വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയൽസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് നമ്മളുടെ ചങ്ങല യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഗിയർ വയർ, ക്രിസ്റ്റലിൻ്റെ ബീഡ്സിൽ ഞാൻ 3 കളറാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്താണ് ചെയ്യാൻ പോകണമെന്നുണ്ടാവില്ലേ. നിങ്ങൾ ധൃതി കൂട്ടണ്ട, പതിയെ കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബാക്കി കാര്യങ്ങളും കൂടി നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എന്നതിന് ശേഷം നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞങ്ങൾ എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള സംശയം ഉണ്ടാവില്ലേ. അങ്ങനത്തെ ആളുകൾക്ക് അതാ ഇടത് സൈഡിലായിട്ട് സ്ക്രീനിൽ ഞാൻ എൻ്റെ നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആയി കിട്ടും കേട്ടോ. അതും കുറഞ്ഞ റേറ്റിൽ. നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് എത്രയാണോ അതിനനുസരിച്ചാണ് നമ്മൾ നിങ്ങളിലേക്ക് മെറ്റീരിയൽസ് എത്തിക്കുന്നത്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഒത്തിരി ക്യാഷ് കൊടുത്ത് ഒരിക്കലും നിങ്ങൾ മെറ്റീരിയൽസ് വാങ്ങാതിരിക്കുക എന്നുള്ളതാണ് വീണ്ടും വീണ്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഈ ഒരു അളവിലാണ് ഗിയർ വയർ കട്ടാക്കി എടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ വീഡിയോസിൽ എന്താ കാണിക്കുന്നത് അതേ ഒരു സെയിം മെത്തേഡ് തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. നമ്മളുടെ കൈ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിവിടെ 3 കളറാണല്ലോ ചൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് ആഡാക്കി കൊടുക്കുക കേട്ടോ. ടോട്ടൽ 6 ബീഡ്സാണ് ആ ഒരു എന്താ പറയുക ഗിയർ വയറിലോട്ട് ഇട്ട് കൊടുക്കേണ്ടതെന്ന് മാത്രം. അത് നിങ്ങൾ കറക്റ്റായി ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കളറുകളുടെ ഉപയോഗമൊക്കെ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ആ കളർ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഓൾറെഡി മെറ്റീരിയൽസ് കയ്യിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് കണ്ടതിന് ശേഷം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാ മെറ്റീരിയൽസ് ഒന്നും കയ്യിലില്ലാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മടിയും കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടേതായിട്ടുള്ള ബഡ്ജറ്റിലാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ വീഡിയോ കണ്ട് ഫുള്ളായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇന്നലെ നമ്മളുടെ ലൈവിന് താഴെയായിട്ട് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ആലോചിച്ചപ്പോൾ ചിരിയും വന്ന് എങ്കിലും ഒത്തിരി സങ്കടവും വന്നു. കാരണം എന്താ വെച്ചാൽ അവർ എഴുതിയിട്ടുള്ള കമൻറ്റ് അതിന് താഴെ വേറൊരാൾ വേറെന്തോ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ എഴുതിയിട്ടുള്ളത് എനിക്ക് കമൻ്റ് ഒന്നും എഴുതാൻ അറിയില്ല, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങൾ എഴുതിയതും ഒരു കമൻറ്റ് തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. നിങ്ങളെ കളിയാക്കല്ല, നിങ്ങളത് മനസ്സിലാക്കുക. കാരണം അതുപോലെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് ജസ്റ്റ് എഴുതിയാൽ മതി. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, അത് ഇനി പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് ഉണ്ടല്ലോ, ആ വീഡിയോ ഉൾക്കൊണ്ടിട്ടുള്ള കമൻറ്റ് എന്താണോ തോന്നുന്നത്. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ എനിക്ക് കമൻറ്റ് എഴുതാനൊന്നും അറിയില്ല എന്ന്. അതുപോലെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ എന്താണ് തോന്നുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ട് ഇല്ലാന്ന് തന്നെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അതുകൊണ്ടൊന്നും ഞാൻ ആരും വെല്ലുവിളിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മനസ്സിന് എനിക്ക് ഇഷ്ടം തോന്നുന്ന കമൻറ്റിൽ ഞാൻ 10 കമൻറ്റാണ് സെലക്ട് ആക്കിയെടുക്കുക. അപ്പോൾ 5ാമത്തെ ആഴ്ചയിലേക്കുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് ടൈമായിട്ട് കാണുന്ന ആളുകളുണ്ടാവും, ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്കാണ് ഇത് മനസ്സിലാവാത്തത്. അതിന് മുമ്പ് കാണുന്ന ആളുകൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഗിവ് അവേ വിന്നർ, ആ ഒരു ഗിവ് അവേ വിന്നറുടെ കമൻറ്റാണ് ഞാൻ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒത്തിരി എന്താ പറയുക, നമ്മൾ പ്രയാസപ്പെട്ടിട്ടാണ് ആ ഒരു വ്യക്തിയെ കണ്ടെത്തിയിട്ടുള്ളത് കേട്ടോ. 4ാമത്തെ ആഴ്ചയിലെ വിന്നർ. അപ്പം നിങ്ങൾ ഏകദേശം ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സ്റ്റോറി കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആക്കിയിരുന്നു, അതുപോലെ റീൽസ് അപ്ലോഡ് ആക്കിയിരുന്നു. അപ്പോൾ അവർ നമ്മളിലേക്ക് എത്താതിരുന്നത് അവർ ആ മെസ്സേജ് കണ്ടില്ല എന്നതാണ്. കാരണം അവർ മെസ്സേജ് കാണുമെന്ന് പറയാം, അവരുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിലല്ലേ അവർക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്, ആ ഒരു മെസ്സേജും കൂടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അവർ നമ്മളുടെ കോണ്ടാക്റ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ 9 മണിക്ക് 6 മിനിറ്റ് മുമ്പാണ് അവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തത് കേട്ടോ. എന്തോ കാരണവശാൽ അവർ ഫോൺ എടുത്തു, പക്ഷെ അവരുടെ കയ്യിൽ ഫോണില്ല എന്നതാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കാരണം അവരുടെ അമ്മ പുറത്ത് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അവർ ഫോൺ ഉപയോഗിക്കാറ്. അവരുടെ കയ്യിൽ ഫോണില്ല, അതാണ് ഞാൻ കാണാതിരുന്നതും ലൈവിൽ കയറാൻ പറ്റാതിരുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അമ്മ വന്നതിന് ശേഷമാണ് അവർ ഇങ്ങനെ ഒരു യൂട്യൂബ് തുറന്ന പാടന്നെ നമ്മളുടെ റീൽസ് കണ്ടത്, അവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തതും.
ഓക്കെ. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ 3 തവണ കൊടുത്തതുപോലെ തന്നെ എല്ലാം കൊണ്ടും അർഹതപ്പെട്ട വ്യക്തികൾക്ക് തന്നെയാണ് 4ാമത്തെ നമ്മളുടെ ഗിവ് അവേ നറുക്കെടുപ്പും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ആ ഒരു വ്യക്തിയെ കിട്ടാതായപ്പോൾ ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടിരുന്നു. കാരണം നമുക്ക് 3 നറുക്കെടുപ്പ് കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു പ്രയാസം വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമ്മൾ അത് കിട്ടിയില്ല എങ്കിൽ നമുക്ക് വരുന്നൊരു സംഭവം, നമ്മൾ 9 പേരെ എടുത്തിട്ട് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുമെന്നാണ് നമ്മൾ പറയാറുള്ളത്. സാധാരണ 10 നറുക്കാണ്. ആ നറുക്കിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും. ആ ഒരു വ്യക്തി 9 മണിക്കുള്ളിൽ എത്തിയില്ല എങ്കിൽ, രാത്രി ഉച്ചയ്ക്ക് 3 മണിക്കാണ് നമ്മൾ നറുക്കെടുക്കുക, രാത്രി 9 മണിക്കുള്ളിൽ എത്തിയില്ല എങ്കിൽ നമ്മൾ ബാക്കിയുള്ള 9 പേരെ നറുക്കെടുത്തിട്ട് അതിൽ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ ഈ ഒരു 4 ലൈവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് 4ാമത്തെ ലൈവിൽ ആൾ വരാതായപ്പോൾ എനിക്ക് ഇത്തിരി പ്രയാസം കൂടിയായിരുന്നു. കാരണം പിന്നീട് ആ ഒരു വീഡിയോ അവർ കണ്ടു കഴിഞ്ഞാൽ, അവർ കണ്ണിൽ പെടാത്തത് കൊണ്ടായിരിക്കാം, പിന്നീട് അവർ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർ ആർക്കായാലും, ഇപ്പോൾ ഈ പറയുന്ന എനിക്കായാലും നിങ്ങൾക്കായാലും ഒരു വിഷമം ഉണ്ടാവില്ലേ. കാരണം എനിക്ക് അടിച്ചിട്ട് അത് എന്താ പറയുക, എൻ്റെ കൈകളിലോട്ട് എത്താതെ വേറെയുള്ള ആളുകളിലേക്ക് പോയല്ലോ എന്നൊരു വിഷമം കൂടി ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. കാരണം നമുക്ക് ഒരു നറുക്കടിക്കുക എന്ന് പറയുമ്പോൾ അത് ഇനി 1 രൂപയുടെ മിഠായി ആയാലും 1 രൂപ ആയാലും 10 രൂപ ആയാലും നമുക്ക് അടിക്കാമെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണ്, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാൻ വിചാരിക്കണം. ഓക്കെ. അപ്പോൾ അത് പിന്നീട് അവർക്ക് കിട്ടാതെ മറ്റൊരാളിലേക്ക് കിട്ടുമ്പോൾ ആ ഒരു മെസ്സേജ് അവർ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിന് ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പല രീതിക്കും 9 മണിക്ക് മുമ്പിലായിട്ട് ഞാൻ മെസ്സേജ് അവരിലേക്ക് എത്തിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് അവരെ കണ്ണിൽ നമ്മളുടെ യൂട്യൂബിലെ റീൽസ് ശ്രദ്ധയിൽപ്പെട്ടത്. ഓക്കെ. പിന്നെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായി ഒരു ഫോണില്ല എന്നതാണ് കേട്ടോ. ഫോണില്ലാഞ്ഞിട്ട് പോലും അവരുടെ അമ്മയുടെ ഫോണിലാണ് നമ്മൾ വീഡിയോസ് കാണാറും അതുപോലെ കമൻറ്റുകൾ രേഖപ്പെടുത്താറുള്ളത്. ഓക്കെ. അപ്പോൾ അത്രയും നമ്മൾ എന്താ പറയുക, വീഡിയോ കണ്ടിട്ട് അവർക്ക് അത് കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോടാണ് അവർ അത് ആ ഒരു ഗിവ് അവേയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, അത് അവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ ഒത്തിരി സന്തോഷമായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ മുന്നേറുക എന്നതാണ് എനിക്ക് നിങ്ങളോട് തരാനുള്ള ഏക ഒരു വാക്ക് എന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മളെ വർക്ക്, നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഓക്കെ. കാരണം വർക്കിനെ കുറിച്ച് യാതൊരു കാഴ്ചപ്പാടില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ എന്താ പറയുക, നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക. കാരണം എല്ലാം കറക്റ്റായിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് സ്പീഡാക്കാനൊന്നും ഇന്നിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്പീഡാക്കാതെ ഇട്ടിട്ടുള്ളത് കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഏകദേശം നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കാണ്. നമ്മൾ വീഡിയോയിലാവുമ്പോൾ ഇത്തിരി ലെങ്ത്ത് കൂടും, കാരണം എല്ലാം കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടേ. പക്ഷെ നമ്മൾ സ്വയം ചെയ്തെടുക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. നമ്മൾ എന്താ പറയുക, 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത്രയും വളരെ സിമ്പിളായിട്ട് കുഞ്ഞു മക്കൾക്ക് പോലും ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. ഈ ഒരു വർക്ക് ഒരു 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി കാണുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു കുട്ടിക്കും ഈ ഒരു വർക്ക് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യം മക്കൾക്ക് വേണ്ടി, ഞാൻ പറയാറുണ്ട്, ആദ്യം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുറത്തോട്ട് സെയിൽ ചെയ്യാൻ കഴിയും കേട്ടോ. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ സെയിലിങ് ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ എമൗണ്ടിലൊന്നും സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയണമെന്നില്ല. കാരണം നമ്മൾ കസ്റ്റമറെ പിടിച്ചതിന് ശേഷമാണ് നിങ്ങൾ ബിസിനസ് റണ്ണിങ് ആവുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകൊണ്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് രീതിയിലൊക്കെയാണ് സെയിലിങ്. നമ്മളോട് ഒരുപാട് ആളുകൾ പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത്, നമ്മൾ പുറത്തുനിന്ന് എടുക്കുമോ, നിങ്ങൾ വന്ന് വാങ്ങിക്കോ, നിങ്ങളാണോ, നിങ്ങൾ ഉണ്ടാക്കിയ മെറ്റീരിയൽസ് നിങ്ങളാണോ സെയിൽ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ ചോദിച്ചിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശ്രമിക്കണം. മെറ്റീരിയൽ മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുള്ളൂ. അതുപോലെ എന്നെക്കൊണ്ട് വാക്കാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ഏത് രീതിയിൽ ചെയ്യണം, അതുപോലെ എത്ര രൂപക്ക് കൊടുക്കണം, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. പക്ഷേ അതിൻ്റെ കറക്റ്റ് സെയിലിങ് കാര്യങ്ങൾ നിങ്ങളാണ് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം നിങ്ങളുടെ കയ്യിലാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ പരമാവധി ചെയ്യേണ്ട കാര്യം ഞാൻ പറയുന്നത് പോലെ തന്നെ ഒട്ടുമിക്ക വീഡിയോസിലും പറയുന്നുണ്ട്. എങ്കിലും പുതിയതായിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളുണ്ടാവുമല്ലോ, അവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പരമാവധി എല്ലാ ദിവസവും നിങ്ങൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകൾ ഏതാണോ അത് നിങ്ങൾ വാട്സപ്പുകളിൽ സ്റ്റാറ്റസ് വെക്കുക എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ രീതി ഒന്ന് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് നോക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. സ്റ്റാറ്റസ് അതേപോലെ ഇൻസ്റ്റയിൽ സ്റ്റോറി, ഇത് രണ്ടും നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇൻസ്റ്റ ഉള്ളവർ ചെയ്താൽ മതി, ഇല്ലാത്തവർ ഇനിയിപ്പോൾ അത് കാരണത്താൽ ഇൻസ്റ്റ ഓപ്പൺ ആക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ പരമാവധി സ്റ്റാറ്റസ് വെക്കുക വാട്സപ്പിൽ, അതുപോലെ ഗ്രൂപ്പുകളിലോട്ട് ഷെയർ ചെയ്യുക. ഇന്നിപ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ കാണണം എന്നില്ല, പക്ഷേ നാളെയും നിങ്ങൾ സെയിം മെത്തേഡിൽ തന്നെ 24 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സ്റ്റാറ്റസ് എന്താ പറയുക നമ്മളുടെ ഫോണിൽ നിന്ന് മാഞ്ഞു പോകില്ലേ. അപ്പോൾ ആ ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ അതേ സെയിം പിക്ചർ തന്നെ സ്റ്റാറ്റസ് വെക്കുക. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ സ്റ്റാറ്റസ് കണ്ടില്ല, ഞാൻ ഇത്തിരി തിരക്കിലാണ്. പക്ഷെ നാളെ ഞാനത് കാണാതിരിക്കില്ല. കാരണം നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമിലെങ്കിൽ നമ്മളുടെ ഫോൺ നോക്കുന്ന ടൈമിൽ നമ്മൾ ആകെ നോക്കുന്ന കാര്യം എന്താ, സ്റ്റാറ്റസ് ആണല്ലേ. അതൊരു ഏതൊരു വ്യക്തിയും ചെയ്യുന്ന കാര്യമാണ്. ഞാൻ നിങ്ങൾ മാത്രമല്ല, എല്ലാവരും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക, അതുപോലെ റീൽസ് എത്ര ആൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വാച്ച് ചെയ്യുക. ഇതൊക്കെ ഓരോ മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ എന്താ പറയുക, ഡെയിലി എനിക്കതേ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ പുതുതായിട്ട് ഉണ്ടാക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ ഉണ്ടാക്കിയ സംഭവം എന്താണോ അത് ഡെയിലി ഫോട്ടോസ് സെൻഡ് ചെയ്യുക എന്നുള്ളത്. കാണുന്നവർ ഇനിയിപ്പോൾ ഒരു തവണ 2 തവണ 3 തവണ കണ്ട ആളുകൾ ഇനി ചിലപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സുകൊണ്ട് പറയും, എന്താ ഈ ഒരു ഫോട്ടോ തന്നെ ഇന്നിങ്ങനെ വെക്കണമെന്ന്. പക്ഷേ അത് നമ്മൾ കേൾക്കുന്നില്ല. കേൾത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളെ ഫോണാണ്, നമ്മളെ ഇഷ്ടമാണ് നമ്മളെ ഫോണിൽ എന്ത് വെക്കണം എന്നുള്ളത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്കും നമ്മളെ വിലയിരുത്താൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്നിപ്പോൾ അത് ചോദിച്ചില്ല എങ്കിൽ നാളെ നിങ്ങളോട് ചോദിക്കും, നീ ഓൺലൈനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇത് നീ ഉണ്ടാക്കുന്നത് തന്നെയാണോ എന്ന കാര്യങ്ങളൊക്കെ ആളുകൾ നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. കാരണം നമ്മൾ ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം അവരോട്, നിങ്ങൾക്ക് വേണോ എന്നുള്ളത്. നമ്മളെ പ്രൊഡക്റ്റ് എന്താണോ അത് പരമാവധി മറ്റുള്ളവരിലേക്ക് നമ്മൾ തന്നെയാണ് പരസ്യം ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പോൾ വേറൊരാൾ നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയില്ല. ഇപ്പം ജസ്റ്റ് നിങ്ങൾ ഒരു ഹെയർ ബാൻഡ് ചെയ്യുകയാണ്, ആ ഒരു ഹെയർ ബാൻഡിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയേണ്ട ആളാരാ, നിങ്ങളാണ്. അപ്പോൾ ഏകദേശം അത് എത്ര റേറ്റ് ഉണ്ടാവും, അതുപോലെ അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും നിങ്ങളാണ് പറയേണ്ടത്. ഓക്കെ. പിന്നെ ബൾക്കായിട്ട് കൊടുക്കുന്നതും അല്ലാതെ കൊടുക്കുന്നതും തമ്മിലുള്ള ഡിഫറൻ്റ് ഉണ്ട്. അതെല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾ ബൾക്കായിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ബണ്ണിൻ്റെ മെറ്റീരിയൽസൊക്കെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ബൾക്കായിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം നിങ്ങൾ നോക്കുക, ഓരോ 10 രൂപയുടെ ബണ്ണിൻ്റെ 12 പീസാണ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ ഒരു പീസിൻ്റെ റേറ്റ് 10 രൂപ നിങ്ങൾ കുറച്ചിട്ട് നിങ്ങൾ ബാക്കി 11 പീസിൻ്റെ റേറ്റ് കണക്കാക്കിയിട്ട് വേണം അവരോട് പറയാൻ കേട്ടോ. അതുപോലെ തന്നെയാണ് എയർ ബാൻഡ് ആയാലും. ഇപ്പോൾ എയർ ബാൻഡിന് നിങ്ങൾക്ക് ഒരു 45 രൂപ, ഒരു പീസ് 45 രൂപ വരുന്ന ഹെയർ ബാൻഡിന് നിങ്ങൾക്ക് 10 ഹെയർ ബാൻഡിൻ്റെ പീസിന് നിങ്ങൾക്ക് ഓർഡർ വന്നെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, 45 രൂപക്ക് കൊടുക്കുന്ന സാധനം നിങ്ങൾ കൊടുക്കേണ്ടത് എത്ര രൂപക്കാണ്, 35 രൂപക്കാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. കാരണം നിങ്ങളെടുത്തുനിന്ന് അവരെടുക്കുന്നത് 10 പീസാണ്, ഒരു പീസല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബൾക്കായിട്ട് എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യണം. പിന്നെ ഒരു പീസ് 2 പീസൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കറക്റ്റ് റേറ്റിന് തന്നെ കൊടുത്താൽ മതി. 45 കൊടുക്കുന്ന സാധനം 45 തന്നെ കൊടുത്താൽ മതി. 1 രൂപ പോലും കുറച്ച് കൊടുക്കണ്ട കേട്ടോ. ഒരു പീസ് 2 പീസൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ. 5 പീസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 40 രൂപക്ക് കൊടുത്തോളൂ. 5 രൂപ കുറച്ചിട്ട് കൊടുത്തോളൂ. 10 പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 രൂപ കുറച്ചിട്ട്
35 രൂപക്ക് കൊടുത്തോളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അത് എന്ത് സംഭവമാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 50 രൂപയുടെ സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ 45 രൂപക്ക് കൊടുത്താൽ നമുക്കത് നഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ അത് ബൾക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും നഷ്ടം വരില്ല. കാരണം വേറെ അവർ അത്രയും എടുത്തിട്ടുണ്ട്, ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും അതിൽ നിന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകേണ്ടതെന്ന് വിചാരിക്കും. നമ്മളെ വർക്കിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാതെയാണല്ലേ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ആ ഒരു ചെയ്ത സെയിം മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് ആയിട്ടും യൂസ് ആക്കാൻ കഴിയും. അതുപോലെ നമ്മളുടെ മാലയായിട്ടും യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ. ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് മാലയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനലിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നമ്മളുടെ വർക്കിന് പ്രായമോ പരിധിയോ ഒന്നും ഒരു തടസ്സം അല്ല എന്നതാണ് കേട്ടോ. കാരണം ഏതൊരു വ്യക്തിക്കും ഇരുന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു വർക്കും കൂടിയാണ് നമ്മളുടെ വർക്ക്. അത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുണ്ടാവും. ഒത്തിരി ടാസ്കോട് കൂടിയിട്ടുള്ളതൊന്നും ഞാൻ ഇതുവരെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള വർക്കുകളാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മളുടെ അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ ഇന്നത്തെ വീഡിയോ മുതലാണ് നമ്മളുടെ 5ാമത്തെ ആഴ്ചയിലോട്ടുള്ള ഗിവ് അവേൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ വീഡിയോസിന് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സംബന്ധമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് ഇനി വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് എഴുതാം, എഴുതാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ട് കമൻറ്റ് ചെയ്യുക. എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവസരം നിങ്ങൾക്കും തേടി വരും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ മുമ്പോട്ട് പോവുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു ഫൈനലിലോട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ബീഡ്സ് കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. കാരണം ഓണം സീസണാണ്, അതുകൊണ്ട് തന്നെ എല്ലാ മെറ്റീരിയൽസും നിരന്തരം സ്റ്റോക്ക് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എടുക്കുന്ന ആളുകളുടെ കയ്യിലും മെറ്റീരിയൽസ് സ്റ്റോക്ക് ഔട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ചോദിച്ച് നിന്ന് ടൈം വേസ്റ്റ് ആക്കാതെ പെട്ടെന്ന് തന്നെ മെറ്റീരിയൽസ് എടുത്ത് ഒരു ഓണത്തിൻ്റെ മുമ്പായിട്ട് തന്നെ നിങ്ങൾ സെയിലിങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. കാരണം ഈ ഓരോ സീസണുകളിലാണ് നമ്മൾ ആഞ്ഞു പിടിക്കേണ്ടത്. ഓരോ ടൈമിലും ഓരോ സീസണും വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അതിലോട്ട് ഇറങ്ങേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലോട്ടാണ് ഇപ്പോൾ നമ്മൾ കടക്കാൻ പോണത്. അപ്പോൾ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എങ്കിലും ഇതിൻ്റെ ഒരു ഫൈനലിലോട്ട് വരുമ്പോൾ ഇത് എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.